പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഗുഡ്നസ് ടി വി ഒരുക്കുന്ന വചനദീപ്തിയിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ഈശോയുടെ ആത്മാവും ജീവനുമാണ് വചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു ഉപമ നമുക്ക് വായിക്കുന്നുണ്ട്. മുന്തിരിച്ചെടിയുടെ ഉപമയാണ്. യേശു അവസാനം പറഞ്ഞ ഒരു ഉപമയാണത്. മുന്തിരിച്ചെടിയും ശാഖകളും അതിൽ പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്: ആ ശാഖകൾ തായ്തണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നുള്ളതാണ്. തായ്തണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ജീവനുണ്ടാകുന്നത്, അവിടെ ഫലങ്ങളുണ്ടാകുന്നത്, അത് പുഷ്പിക്കുന്നതെല്ലാം ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുമ്പോൾ. അത് സംഭവിക്കുന്നത് വചനത്താലാണ്. യേശുവിൻ്റെ വചനത്താൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകുന്നു, ഫലങ്ങളുണ്ടാകുന്നു. ചേർന്ന് നിൽക്കുമ്പോൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതിനല്ല നമുക്ക് വചനങ്ങളോട് കൂടുതൽ സ്നേഹം കാണിച്ച് അത് ഈശോ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുന്നു. അപ്പോൾ വചനത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കാനായിട്ട്, തമ്പുരാനോട് ചേർന്ന് നിൽക്കാനായിട്ട് വചനം വഴി നമുക്കൊക്കെ സാധിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയുമെന്ന് തമ്പുരാൻ നമുക്ക് അടിവരയിട്ട് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവർ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം ഇതാണ്. സങ്കീർത്തനം 46:10. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. വളരെയധികം മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത്. ദാവീദിന് ശാന്തത കൊടുത്ത, ദാവീദിന് ശക്തി പകർന്നു കൊടുത്ത ഒരു ഭാഗമാണത്, തിരുവചനമാണത്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അതുകൊണ്ട് തന്നെ സങ്കീർത്തനത്തെ 46:10 വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെടാൻ വേണ്ടി എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യത്തോടെ പറയാൻ പറ്റും, എൻ്റെ ദൈവം ശക്തനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കും. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. സ്നേഹമുള്ളവരെ, ഞാൻ അഹമ്മദാബാദിലായിരിക്കുമ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുകയാണ്. അത് ഒരു 20 വർഷങ്ങൾക്ക് മുൻപാണത്. അവിടെ ദിവസവും അവിടുത്തെ സെൻറ്റ് പോൾസ് ദേവാലയത്തിൽ പോകും. സബർമതിയിലുള്ള സെൻറ്റ് പോൾസ് ദേവാലയത്തിലേക്ക് ഞാൻ പോകും വിശുദ്ധ കുർബാനയ്ക്കായിട്ട്. അങ്ങനെ 7 മണിയുടെ കുർബാനയ്ക്ക് ഞാൻ ചെന്നു. കുർബാന കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ പോരുന്ന സമയത്ത് എല്ലാവരും ഒക്കെ പോയി. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത്. എന്നിട്ട് പിന്നീട് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പോരുന്ന സമയത്ത് അപ്പോഴാണ് സ്കൂട്ടറിൽ 2 പേര്, ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവിടേക്ക് കടന്നു വരുന്നത്, ദേവാലയത്തിലേക്ക്. കുർബാനയെല്ലാം കഴിഞ്ഞു, ആളുകളെല്ലാം പോയി. പക്ഷേ അവർ അപ്പോഴും കടന്നു വന്നുകൊണ്ട് ആ ദേവാലയത്തിൻ്റെ വാതിലിന് അടുത്ത് വന്നുകൊണ്ട് ഉറക്കെ കരയുക, പൊട്ടിക്കരയുകയാണ്. അവർ സാഷ്ടാംഗം വീഴുകയാണ് 2 പേരും. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തിനു വേണ്ടിയാണ് ഇവർ വന്ന് 2 പേരും കൂടി വന്ന് ഉറക്കെ കരയുന്നത്, എന്താണ് പ്രശ്നമുണ്ടായത് എന്നറിയുന്നതിന് വേണ്ടി ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു.
ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്ര കിടന്ന് വിഷമം, നിങ്ങൾക്ക് എന്താ ഉള്ളത്, എന്താ പ്രശ്നം നിങ്ങളുടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞിന് 8 മാസം പ്രായമാണ്. ഇവിടെ അടുത്തുള്ള സബർമതിക്ക് അടുത്തുള്ള പുക്കരാജ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കൊണ്ടുവന്നിട്ട് 14 ദിവസത്തോളമായി. കൊണ്ടുവന്ന് പനിയായിട്ട്, ന്യൂമോണിയ ആയിട്ടാണ് കൊണ്ടുവന്നത്. ആ കുട്ടി ഒന്നും സംസാരിക്കുന്ന, ഒന്നും സ്വരം ഉണ്ടാക്കുന്നില്ല, കണ്ണ് തുറക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, അങ്ങനെ കിടക്കുകയാണ്. ഡോക്ടർമാർ കുറേ പരിശ്രമിച്ച് നോക്കി, പക്ഷെ സാധിക്കുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാരും കൈമലർത്തുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. എല്ലാ ഡോക്ടർമാരും അവസാനം പറയുന്നത് അതാണല്ലോ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. ഇത് പറഞ്ഞു. എന്നിട്ട് പിന്നെ നോക്കുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി കുട്ടിയിൽ നിന്നൊക്കെ ആശിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ആ സമയത്ത് അവർ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്, അവർക്ക് ഒരു കുട്ടിയാണുള്ളത്, വളരെ വൈകിയാണ് അവർക്ക് കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിന് വേണ്ടി അവർ കിടന്ന് അലമുറയിട്ട് നിലവിളിക്കുക തമ്പുരാൻ്റെ മുമ്പിൽ. അപ്പോൾ അതാണ് കാരണമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോരുകയാണ്. കാരണം പോരുവാൻ വേണ്ടി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് ജോലിക്ക് പോകണം, സമയമായി, അപ്പോൾ വൈകും. അതുകൊണ്ട് ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ ആരോ പിടിച്ചു നിർത്തുന്നു. എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, അത് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ആ കുഞ്ഞിനെ കാണുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സഹോദരൻ വന്നോളൂ, വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വന്ന് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് കരച്ചിലിനിടയിൽ അവർ പറഞ്ഞു. ഞാൻ ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ മലയാളി സിസ്റ്റേഴ്സൊക്കെയാണ് ആ ഹോസ്പിറ്റലിൽ അവിടെ. അപ്പോൾ ഞാൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ 2 ആഴ്ചയായി കുഞ്ഞ് കണ്ണ് തുറന്നിട്ടില്ല. ഇത്ര അവശനിലയിലാണ് കിടക്കുന്നത്, അനങ്ങുന്നില്ല. ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ശബ്ദം വളരെ സൈലൻ്റായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയെ, നീ സർവശക്തനാണല്ലോ, നിനക്ക് എല്ലാം പ്രവർത്തിക്കാൻ നിനക്ക് സാധ്യമാണല്ലോ. ഈശോയെ, ഈ കുഞ്ഞിന് ഒരു ജീവൻ നീ കൊടുക്കണേ, ഒരു ശക്തി കൊടുക്കണേ. ഈ കുഞ്ഞിനെ ഒന്ന് രണ്ടാമതും സൗഖ്യത്തിലേക്ക് നീ കൈപിടിച്ചുയർത്തണേ. നീ ഒന്ന് നിൻ്റെ കരം ഈശോയെ നീ ഒന്ന് തൊടണേ അവിടെ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഹൃദയം നൊന്ത് അവരുടെ കരച്ചിലൊക്കെ കണ്ട് ആ ഹൃദയം എനിക്കും ആ ദുഃഖത്തിലാണ് ഞാനും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മനോഹരമായ ഒരു അത്ഭുതം അതായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കണ്ണടച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കണ്ണ് തുറന്ന് ഈ കുഞ്ഞ് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. നമ്മുടെ ഇൻഫാൻറ്റ് ജീസസ് പുഞ്ചിരിക്കുന്ന പോലെ, പുൽക്കൂട്ടിൽ കിടന്ന് ഈശോ പുഞ്ചിരിക്കുന്ന പോലെ ഉണ്ണീശോ ഈ കുഞ്ഞ് പുഞ്ചിരിക്കുന്ന പുഞ്ചിരി, അതിൻ്റെ കണ്ണുകൾ തുറന്ന് എനിക്ക് വളരെ സന്തോഷമായി. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്തു തന്നല്ലോ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. മാതാപിതാക്കളെ അറിയിച്ചു. അവരും വന്ന് കണ്ടു. പിന്നീട് അവർ തീർച്ചയായിട്ടും അവരെ റൂമിലേക്ക് മാറ്റി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇതൊക്കെ ഞാൻ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ നന്ദി പറയാനായിട്ട് ദേവാലയത്തിൽ കടന്നു വന്നു. വൈദികനായിട്ട്, ഇടവക വികാരിയായിട്ട് സംസാരിച്ചു. അതിനുശേഷം അവർ വേളാങ്കണ്ണിക്ക് കൊച്ചിനെയും കൊണ്ട് പോകുന്ന കണ്ടു. സ്നേഹമുള്ളവരെ, ഞാൻ പറയുന്നത് അതാണ്. നമ്മൾ ഇത്രയും കലുഷിതമായ അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ അത്ര വലിയ തിരമാലകൾ കടന്നു വരുമ്പോൾ, കൊടുങ്കാറ്റുകൾ വീശുമ്പോൾ കർത്താവ് കൂടെയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് നമ്മോട് പറയുകയാണ്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമുക്കറിയാമല്ലോ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 39 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ടല്ലോ. കാരണം ശിഷ്യന്മാർ അലമുറയിട്ട് കരയുകയാണ്,
വഞ്ചിയിൽ അവർ കടലിൽ സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് ഈ കൊടുങ്കാറ്റ് വീശുന്നതും തിരമാലകൾ ആടുന്നതും വഞ്ചി ആടി ഉലയുന്നതും ഒക്കെ. അപ്പോഴിവർ അരമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ യേശുവിനെ ഉണർത്തുന്നുണ്ട് അവർ. യേശു ഉണരുന്നുണ്ട്. യേശു ഉണർന്നിട്ട് നമ്മൾ വായിക്കുന്നത് യേശു കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതാണ്. യേശു ശാസിക്കുമ്പോൾ കാറ്റും കടലും അനുസരിച്ചു ശാന്തമായി. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? കർത്താവ് പഠിപ്പിക്കുന്നത് അതാണ്. നിങ്ങൾ ശാന്തമാക്കുക. ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ അറിയുക. അത് നിങ്ങൾ തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ ഈ വെപ്രാളത്തിനും നിങ്ങളുടെ വിഷമതകൾക്കൊക്കെ കാരണം. കർത്താവ് പറയുക, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാം. അവർ കടലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവിടെ അവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് വഴിയില്ല. ആ സമയത്ത് ഫറവോൻ്റെ സൈന്യം കടന്നു വന്ന് ഇവരെയൊക്കെ വെട്ടിവീഴ്ത്തി ഇവരെയൊക്കെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നു. അതിനുവേണ്ടി ഒരു വലിയ സൈന്യമാണ് ഫറവോൻ്റെ വന്നിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് അവർക്ക് വഴിയില്ല. ചെങ്കടലാണ് മുന്നിൽ. അതുപോലെ സൈഡിലേക്ക് എല്ലാം അവിടെ മലകളാണ്. എങ്ങും പോകാനായിട്ട് വഴിയില്ല. പിന്നിലാണെങ്കിൽ ഫറവോൻ്റെ സൈന്യമാണ്. എല്ലാ വശത്തു നിന്നും അവർ പെട്ടുകഴിഞ്ഞു. ഈ സമയത്താണ് അവർ അലമുറയിട്ട് കരയുന്നത്. മോശ സാഷ്ടാംഗം വീണ് കർത്താവിനോട് കരയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവേൻ. സ്നേഹമുള്ളവർ, പിന്നീട് നാം വായിക്കുന്നത് മോശ വടിയെടുത്ത് കടലിനെ രണ്ടായിട്ട് വിഭജിക്കുന്നതും ഉണങ്ങിയ നിലത്തുകൂടെ ചെങ്കടലിൻ്റെ നടുവിലൂടെ അവർ ചെങ്കടൽ കടക്കുന്നതും നമ്മൾ വായിക്കുന്നു. എന്നിട്ട് പിന്നീട് ഫറവോൻ്റെ സൈന്യം കടന്നു വന്നപ്പോൾ പിന്നീട് അവരെ ആ കടൽ വന്ന് മൂടുന്നതും അവർ നശിച്ചു പോകുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് ഉണ്ട്. അത് നാം തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശാന്തരാകുക. കർത്താവ് സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ആ സർവശക്തനിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. പാറ പോലെ ആ സർവശക്തനിൽ നമ്മുടെ അഭയം നമ്മൾ തേടുക. കർത്താവ് നമ്മുടെ ശിലയാണ്, കർത്താവ് നമ്മുടെ നങ്കൂരമാണ്. നമ്മുടെ വിശ്വാസമെല്ലാം ആ നങ്കൂരത്തിൽ ഉറപ്പിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, 2 ദിനവൃത്താന്തം 1 മുതൽ 27 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അവിടെ യൂദാ രാജാവ് യഹോഷാഫാത്താണ്. അവിടെ രാജാവ് നന്നായി യൂദയെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ ഒക്കെ കടന്നു വരുന്നത്. അമ്മോന്യരുണ്ട്, മോവാബ്യരുണ്ട്, സേർ പർവ്വത നിവാസികളുണ്ട്, ലക്ഷക്കണക്കിന് പടയാളികളുണ്ട്. ഇവരെല്ലാവരും കൂടി വന്ന് യൂദ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഇവർ ചെറിയൊരു ഗണം മാത്രമുള്ളൂ, ഈ യൂദ ഗോത്രത്തിൽപ്പെട്ടവർ. ഇവരെല്ലാവരും ഇവർ വന്ന് പപ്പടം പോലെ പൊടിക്കുന്ന അവസ്ഥ. ആ രീതിയിൽ അവർ വന്ന് ചുറ്റിലും വളഞ്ഞിരിക്കുകയാണ്. അവർ നോക്കിയപ്പോൾ ഇനി എന്ത് ചെയ്യും? യഹോഷാഫാത്ത് കണ്ടപ്പോൾ യഹോഷാഫാത്ത് സാഷ്ടാംഗം വീണ് ദൈവത്തോട് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ശക്തിക്ക് അതീതമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നിൽ അഭയം പ്രാപിക്കുന്നു. ഞങ്ങളുടെ ശക്തിക്ക് അതീതമാണ്.
എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സ്നേഹമുള്ളവരെ, കർത്താവ് അവരോട് അവർ ആത്മാവ് സംസാരിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. പിറ്റേ ദിവസം അവർ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അവർ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, കൃതജ്ഞത പറഞ്ഞതുകൊണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു ഗായക സംഘത്തെ വെക്കുകയാണ്. പടയാളികൾക്ക് മുമ്പേ ഒരു വലിയ ഗായക സംഘം പോവുകയാണ് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്. അവർ പറയുന്നത്, അതെ, കർത്താവിൻ്റെ സ്നേഹം ശാശ്വതമാണ്, അത് അചഞ്ചലമാണ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് അവർ താഴേക്ക് ഇറങ്ങുകയാണ്. അവർ മലയുടെ മുകളിലാണ് യൂദക്കാർ താമസിക്കുന്നത്. അവർ താഴെയാണ് പടയാളികൾ, ഈ ശത്രുക്കൾ. അവർ താഴേക്ക് ഇറങ്ങുകയാണ് അവരോട് യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരാണ്, ഗായകരാണ് ആദ്യം പോകുന്നത്. അവർ പാടാൻ, കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി അവർ പാടാൻ തുടങ്ങിയപ്പോൾ, ദൈവസ്നേഹത്തിൻ്റെ സ്തുതികൾ അവർ ആലപിച്ചപ്പോൾ, അത് കർത്താവ് പറയുകയാണ്, കർത്താവ് അവർക്കെതിരെ കെണിയൊരുക്കി. അതെ, ആദ്യം അമോന്യരും മോവാബ്യരുമായിട്ട് യുദ്ധം ചെയ്ത് അവരവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വിഭാഗം അവസാനിപ്പിച്ചപ്പോൾ മറ്റു വിഭാഗം വന്നു. അവരും സെയ്ർ പർവ്വത നിവാസികളുമായിട്ട് യുദ്ധം ചെയ്തു, അവരും അവസാനിച്ചു. അപ്പോൾ ഇവർ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ, യൂദ ആളുകൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ആരോടും യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അവിടെ ശവശരീരങ്ങൾ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് ആ താഴ്വരയ്ക്ക് അവർ പേരിട്ടു ബറാക്കി താഴ്വര. സ്നേഹമുള്ളവരെ, ദൈവം പ്രവർത്തിക്കുന്നവനാണ്. കൃത്യസമയത്ത് ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അതാണ് അവിടെ കണ്ടത്. അവർ ദൈവത്തെ വിളിച്ച് കരഞ്ഞു, ഞങ്ങളുടെ ശക്തിക്ക് അതീതമാണ്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് വേണ്ടി കർത്താവ് ദൈവം യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ അവർ വിജയിച്ച് കൊള്ളവസ്തുക്കളൊക്കെ കൊണ്ട് അവർ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. സ്നേഹമുള്ളവർ, എത്ര മനോഹരമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6 അധ്യായം 3 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. അഞ്ചപ്പത്തിൻ്റെ സുവിശേഷമാണ്. അവിടെ കർത്താവിൻ്റെ ശക്തി ശിഷ്യന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനു വേണ്ടി കർത്താവ് പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്. കാരണം ഒരു വലിയ ജനതതി, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ സുവിശേഷം കേൾക്കാനായിട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. തിബേരിയസിൽ നിന്ന് ഇങ്ങനെ കടന്നു വരികയാണ് ഒരുപാട് പേര്. അവൾ മലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കുറച്ച് മൈതാനമൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് സുവിശേഷം കേൾക്കാം. അതിന് പറ്റിയ രീതിയിലാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൈവം അതനുസരിച്ചിട്ടാണ് ദൈവം നിൽക്കുന്നതുമല്ല. അപ്പോൾ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കടന്നു വരുമ്പോൾ പീലിപ്പോസിനോട് കർത്താവ് ചോദിച്ചു, ഒത്തിരി ആളുകളുണ്ടല്ലോ, ഇവർക്ക് ഭക്ഷണം നമ്മൾ എങ്ങനെ കൊടുക്കും? ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം എങ്ങനെ കൊടുക്കും? പീലിപ്പോസ് പറഞ്ഞു, അത് നടക്കണ കാര്യമല്ല. അത് ഓരോരുത്തർക്കും അല്പമെങ്കിലും തൊട്ടു തൊടിച്ച് കൊടുക്കാനായിട്ട് ഒരു 200 ധനാറ വേണ്ടി വന്നേക്കാം. അത് എന്നാലും തികയില്ല. അപ്പോൾ അന്ത്രയോസ് ഒരു പൊട്ടനായിട്ട് പറഞ്ഞു, അതെ, ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു 5 അപ്പവും 2 മീനുണ്ട്, പക്ഷെ അതുകൊണ്ടും കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞു. കർത്താവിൻ്റെ ശക്തി അവർ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട് എന്ന് കർത്താവ് അവരെ പരീക്ഷിക്കുകയായിരുന്നു. പിന്നീട് നമുക്കറിയാം, ഈ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്ത് ഒരു 5000 പുരുഷന്മാരും പിന്നെ സ്ത്രീകളും എല്ലാവരും കൂടി 10,000-20,000 പേർക്ക് കർത്താവ് ഭക്ഷണം കൊടുത്ത് അവർ സംതൃപ്തിയായി. അതിനുശേഷം കർത്താവിൻ്റെ ശക്തി ശിഷ്യന്മാർ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു. അവർ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 കുട്ടയിൽ ബാക്കി വരുന്ന അപ്പങ്ങളും ശേഖരിച്ചുകൊണ്ട് അവരോട് പോകാൻ പറഞ്ഞു. കാരണം ഒന്നും ബാക്കി വയ്ക്കരുത്, മിച്ചം കളയരുത്. അപ്പോൾ 12 കുട്ടയുണ്ടായിരുന്നു. കറക്റ്റായിട്ട് 12 കുട്ട നിറച്ച് കൊണ്ടുപോയി. കാരണം കർത്താവിൻ്റെ ശക്തി ശിഷ്യന്മാർ തിരിച്ചറിയണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാകാം. സ്നേഹമുള്ളവരെ, നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്.
ഇതുപോലത്തെ ഒരു ചോദ്യം എസക്കിയേലിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? കാരണം അസ്ഥികളുടെ താഴ്വരയാണ്, ജീവിക്കുമോ? പക്ഷേ എസക്കിയേൽ വളരെ ബുദ്ധിപൂർവമായിട്ട് കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്, അങ്ങേക്ക് അറിയാമല്ലോ. കാരണം അങ്ങ് സർവശക്തനാണ്. അങ്ങ് വിചാരിച്ചാൽ എന്തും സാധ്യമാകും. 2 മക്ബായർ 8:18 പറയുന്നുണ്ട്, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തൻ്റെ ശക്തിയെപ്പറ്റി പറയുന്നുണ്ട്. ജർമ്മിയയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, 32:27 വായിക്കുന്നുണ്ട്, ഞാൻ ദൈവമായ കർത്താവാണ്, സൃഷ്ടാവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്നേഹമുള്ളവരെ, എസക്കിയേലിന് ഇതറിയാം. എസക്കിയേൽ പറഞ്ഞു, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ കർത്താവ് അവനോട് പറയുന്നുണ്ട്, നീ ഈ ഉണങ്ങി വരേണ്ട ഈ അസ്ഥികളോട് നീ എൻ്റെ വചനം പറയും. ഈ അസ്ഥികളോട് വചനം പറയുമ്പോൾ അത് ജീവിക്കും. സൈന്യം പോലെ അത് എഴുന്നേറ്റ് നിൽക്കും. ഇന്ന് പ്രവാചകനോട് പറയുന്നു, പ്രവാചകൻ പറഞ്ഞതുപോലെ അവരോട് പറയുന്നു, അതെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് വചനം പറയുമ്പോൾ അവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. അസ്ഥികളെല്ലാം കൂടിച്ചേർന്ന് നിൽക്കുന്നു, ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, അവർ പ്രത്യാശയില്ലാത്ത നിരാശപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്നുണ്ട് അതിനുശേഷം. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര നിങ്ങൾ താഴേക്ക് പോയാലും, എത്ര നിങ്ങളുടെ ഹോപ്പ് അവസാനിച്ചാലും, അതെ, ഏത് നിരാശയുടെ കുഴിയിൽ നിന്നും, ഏത് ശവക്കുഴിയിൽ നിന്നും നിങ്ങളെ പിടിച്ചുയർത്താൻ കഴിവുള്ളവനാണ് തമ്പുരാൻ എന്ന് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. സ്നേഹമുള്ളവർ, ഞാൻ അഹമ്മദാബാദിലായിരിക്കുമ്പോൾ മറ്റൊരു സംഭവം കൂടി എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് ഓടിയെത്തുകയാണ്. അവിടുത്തെ വികാരി അച്ഛൻ സേവ്യർ എന്നാണ് പേര്, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ സുഖമില്ലാതെ മരണത്തോട് മല്ലടിക്കുന്ന സമയം വന്നു. അവസാന സമയങ്ങളാണ്. അച്ഛന് ഫോൺ വന്നു, ഉടനെ അമ്മയുടെ അടുത്തെത്തണം. ഒരേ ഒരു മകനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫോൺ വന്നു, വേഗം അച്ഛനും ഞാനുമായിട്ട് വളരെ പരിചയമാണ്. അപ്പോൾ അച്ഛൻ ഉടനെ തന്നെ എന്നെ വിളിച്ചു. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഫോൺ വന്നു, അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ പോകേണ്ടി വരും. അപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് പോകേണ്ടത്. ബോംബെയിൽ പോയി ബോംബെയിൽ നിന്ന് ചെന്നൈക്ക് പോകണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, ടിക്കറ്റിൻ്റെ കാര്യം ജോസഫ് അറിയേണ്ട കാര്യമില്ല. ഞാൻ വേറൊരുത്തനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ ടിക്കറ്റ് കൊണ്ടുവന്ന് തരും, വെളുപ്പിനെ കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ രാത്രി കൊണ്ടുവന്ന് തരും. കാറുമായിട്ട് വന്നാൽ മതി, നമുക്ക് ജോസഫ് ആ കാറിന് നമുക്ക് എയർപോർട്ടിൽ പോകാം. അപ്പോൾ എത്ര മണിക്ക്? 5 മണിക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. 5 മണി എന്നുള്ളത് അത്യാവശ്യം. ഞാൻ 4:30 തന്നെ അവിടെ ഞാൻ എത്തി. പക്ഷേ സ്നേഹമുള്ളവരെ, അവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. അവിടെ വന്നപ്പോൾ ടിക്കറ്റ് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ അവനെ കാത്തിരുന്ന അവസാനം 6 മണിയായി. അങ്ങനെ 6:10 ആയപ്പോഴാണ് ഇവൻ ടിക്കറ്റും കൊണ്ട് ഇവൻ ഓടി വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവൻ പറഞ്ഞു, അയ്യോ അച്ഛോ, ഞാൻ ഉറങ്ങിപ്പോയി, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ടിക്കറ്റില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? വേഗം 7 മണിക്ക് പ്ലെയിൻ പോകും, അതിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് അവിടെ ചെല്ലണം. പിന്നെ ഞങ്ങൾ എന്നാലും അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ പറയുകയാണ്, ശാന്തമാകുക, ദൈവത്തിനെല്ലാം ശക്തിയുണ്ട്. ജോസഫ്, ശാന്തമാകുക, ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. അച്ഛൻ പറയും, ശാന്തമാകുക. എന്നിട്ട് ഇവൻ്റെ കൂടെ പിന്നാലെ വീട്ടിൽ ചെന്ന്
ടിക്കറ്റ് അവൻ എടുത്തു തന്നു. ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഈ അഹമ്മദാബാദിൽ ഇതേപോലെ ഒരു മഴ ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയ മഴ, കൊടുങ്കാറ്റ്, ഇടിമിന്നലൊക്കെ, മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റുന്നില്ല എനിക്ക്. എന്നിട്ട് ഹെഡ്ലൈറ്റ് ഇട്ട് ഞാൻ പോകുമ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛ പോകണോ ഇനി, സമയം 7:30 കഴിഞ്ഞു, വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശാന്തമാകുക, ദൈവം സർവശക്തനാണ്, അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നും പറയേണ്ട, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് പതുക്കെ പതുക്കെ അവിടെ ചെന്നു. 7:45 കാണും, എയർപോർട്ടിൽ ചെന്നു. ഞാൻ ചോദിച്ചു, അതെ പ്ലെയിൻ പോയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പ്ലെയിൻ പോകാനായിട്ട് അനൗൺസ് ചെയ്തിരുന്നതാണ്. ഈ വലിയ ഇടിവെട്ടും മഴയൊക്കെ കണ്ടപ്പോൾ അത് ഇപ്പം നിർത്തിയിട്ടിരിക്കുകയാണ്, ഇനിയും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ പ്ലെയിൻ പുറപ്പെടുക എന്ന്. സ്നേഹമുള്ളവരെ, അച്ഛൻ പറഞ്ഞ ആ വാക്ക് എത്രയോ വിശ്വാസമുള്ളതാണ്. ശാന്തമാകുക, ദൈവം സർവശക്തനാണ്, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞാൻ അറിഞ്ഞു ദൈവത്തിൻ്റെ ശക്തി. പിന്നീട് അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന് അദ്ദേഹത്തിന് ചെന്നൈയിലേക്കും പോകാൻ സാധിച്ചു. അമ്മയെ കാണാനും ശുശ്രൂഷിക്കാനും അന്ത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അച്ഛന് സാധിച്ചു. സ്നേഹമുള്ളവർ, അതിനാൽ നമ്മൾ നമ്മുടെ മനസ്സുകളെ കലുഷിതമാകുമ്പോൾ ശാന്തമാക്കുക. ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മോട് കൂടെ ഉണ്ടാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.